ഇതെന്താണ് തുറക്കാൻ പറ്റാത്തത്? ഇത് പണ്ടത്തെ പോലെ എളുപ്പത്തിലൊന്നും തുറക്കാൻ പറ്റുന്നില്ല. ഹായ് ഹലോ ഫാം, വെൽക്കം ബാക്ക് ടു റേഷ് വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ കയ്യിലുള്ള ഏതൊരു കാജലാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണത് ഈ ഒരു കാജലിലാണ് കേട്ടോ. അതായത് 10 രൂപയുടെ ഒരു കാജൽ. സോ ഏതൊരു കാജലാണെങ്കിലും നമുക്ക് എങ്ങനെ സ്മഡ്ജ് പ്രൂഫ് ആക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. സോ ഈ ഒരു കാജൽ തന്നെ എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മൾ ഈ ഒരു കാജലായിരിക്കും മിക്ക ആൾക്കാരും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. പക്ഷേങ്കിൽ ഈ ഒരു കാജലിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്മഡ്ജ് ആവും. സോ ഇതിൽ തന്നെ ഞാൻ വിചാരിച്ചു കാണിച്ചു തരാമെന്നുള്ളത്. സോ വെറും 10 രൂപയുടെ ഒരു കാജലാണ്. നമുക്ക് എങ്ങനെ സ്മഡ്ജ് പ്രൂഫ് ആക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ സിംഗാർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കൺമഷിയാണ് കേട്ടോ. സോ ഈ ഒരു കൺമഷി നല്ല പിഗ്മെൻറ്റഡ് ആണ്. പക്ഷേങ്കിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു പ്രോബ്ലം. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്മഡ്ജ് പ്രൂഫ് ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ സാധാരണ കണ്ണെഴുതുക ആ ഒരു രീതിയിൽ, നിങ്ങൾക്കിപ്പോൾ ഏത് രീതിയിലാണ് വേണം, നല്ല കട്ടിയിൽ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുക. ശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഐ ഷേഡോ പാലറ്റ്, ബ്ലാക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബോൾഡ് ബ്ലാക്ക് ലുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഏതെങ്കിലും നോർമലായിട്ടുള്ള ഒരു ഐ ഷേഡോ പാലറ്റിൽ ഏതെങ്കിലും കളർ എടുത്താലും കുഴപ്പമില്ല. സോ ശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബ്ലാക്കാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നതും ബ്ലാക്കാണ്. ബ്ലാക്ക് ഇല്ലെങ്കിൽ ബ്രൗൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കയ്യിലെടുക്കുക, ശേഷം കുറച്ചായിട്ട് എടുത്തെടുത്ത് ഡാബ് ചെയ്ത് വിടാം. അപ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ പൊടി പോകാനുള്ള സാധ്യത ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്, നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് സാധാരണ ഒരു സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള കാജൽ എത്രത്തോളം നമുക്ക് സ്മഡ്ജ് പ്രൂഫ് ആക്കുമോ അതേപോലെ ഇതും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഹാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തന്ന കാജൽ തന്നെ വളരെ ചീപ്പായിട്ടുള്ളൊരു കാജലാണ്. അതുകൊണ്ട് ഇതിൻ്റെ മേലുള്ള ഏത് കാജൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സ്മഡ്ജ് പ്രൂഫ് ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ഐ ഷാഡോയുടെ ആ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ കണ്ണിലാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റ് ടൈം മാത്രം കേട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് ലെവലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഉണ്ടാകുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് ദെൻ ഫോളോ ചെയ്യാനും മറക്കരുത്. So thank you and bye.